എന്തൊക്കെയുണ്ട് ചാമ്പ്യൻ? യൂണിഫോമിൽ ഇങ്ങോട്ട് ഇരിക്കും. ഡ്യൂട്ടിക്കിടയിലും ഞങ്ങൾ പോലീസുകാർക്ക് യൂണിഫോം ധരിച്ചല്ലേ പറ്റൂ. എടാ ഞാനെന്തിനാ വന്നതെന്ന് നിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവന്മാർ 2-3 മാസം എടുക്കും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ. ദേ ഇതുവരെ അവന്മാർ കേസോ പരാതിയോ ഒന്നും തന്നിട്ടില്ല. പക്ഷേ പോലീസുകാരായ ഞങ്ങൾക്ക് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. പോലീസ്. അതെ പോലീസ്. ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ പോലീസും കോടതിയും നിയമങ്ങളൊക്കെ ഉള്ളത്. നീ എന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ കയറി ഇടപെടണേ? അവന്മാര് നിനക്കെതിരെ കേസ് തരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നീ ഒരു പരാതി എഴുതി എനിക്ക് താ. അതെങ്ങനെ ശരിയാം വിജയ്? അവന് കിട്ടേണ്ടത് അവന് കിട്ടി. പിന്നെ അവളെ കൊണ്ടൊരു പരാതിയും കൊടുപ്പിച്ച് 4 ദിവസം അതൊരു വാർത്തയാക്കി അത് സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിച്ച് അവളെ ഒരു ഇരയാക്കി കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം. ആ ബെസ്റ്റ്. നീ ചെയ്ത് ഇതുപോലെ പബ്ലിക് ഏറ്റെടുത്ത് ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? നിനക്ക് കോഴിക്കോടുള്ള ഒരു ശിവദാസനെ ഓർമ്മയുണ്ടോ വിജയ്? സ്വന്തം മോളെ പീഡിപ്പിച്ചൊരുത്തനെ പള്ളക്കേറിട്ട് ജയിലിൽ പോയൊരു ശിവദാസനെ. എന്നെ പോലെ പലരും ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പോലീസുകാർ ഇതിലേക്ക് വേണ്ട. നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല.